ഓക്കെ. നെക്സ്റ്റ്. ഹി സ്പോക്ക് വെരി ഡിപ്ലോമാറ്റിക്കലി. ഡിപ്ലോമാറ്റ് എന്താ? നയതന്ത്രപരമായി സംസാരിച്ചു. സോ ദാറ്റ് ഈസ് adverb. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ സംഭവങ്ങളൊക്കെ ഇതോടുകൂടി കഴിഞ്ഞു. നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻസ് പിന്നെ ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് നമുക്ക് വീക്കിലി ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് നിർത്തിയ സിനോണിംസിലോട്ട് പോവാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നിങ്ങൾ. എന്നിട്ട് നമുക്ക് അത് ഒന്നുകൂടെ പറയാം, എന്നിട്ട് അതിന്റെ ബാക്കി പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ. ഇത് ഇവിടെ ഒരു ബുക്കോ പേപ്പറോ എന്തെങ്കിലും. പേപ്പറൊക്കെ കഴിഞ്ഞ തവണയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു പേപ്പറിൽ എഴുതിയവരൊക്കെ ബുക്കിലോട്ട് മാറ്റി എഴുതുമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് ഇപ്പൊ ഗ്രാമറിന് ഇല്ലെങ്കിൽ പോലും വൊക്കാബുലറിക്ക് എന്തായാലും ഒരു ബുക്ക് വേണം. ഓക്കെ, കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മാത്രമല്ല പറഞ്ഞു പോകുന്നത്, നമ്മൾ അതിന്റെ ഓപ്ഷൻസ് ഡിസ്കസ് ചെയ്താൽ പോകുന്നത് കൂടുതൽ വൊക്കാബുലറി നമുക്ക് കിട്ടാനായിട്ട്. അപ്പം ആ ഓപ്ഷൻസിന്റെ ഒന്നും ആൻസർ ഇതിന്റെ കൂടെ കാണണമെന്നില്ല. അപ്പൊ നിങ്ങൾ അതുകൂടെ എഴുതി വെച്ച് വേണം പോവാൻ. ഓക്കെ, അപ്പം എല്ലാവരുടെയും ബുക്കൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കഴിഞ്ഞ തവണത്തെ എല്ലാം ഇനി ഇൻ കേസ് പേപ്പറിലാണ് പേപ്പറെങ്കിലും ഫ്രണ്ടിൽ ഉണ്ടാവും എന്ന് വിശ്വസിച്ച് നമുക്ക് ഓരോന്നോരോന്ന് പറയാം. ഒബ്നോക്ഷ്യസിന്റെ ആൻസർ ഡിസ്കസ്റ്റിംഗ് ആണ്. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡെലീഷ്യസ് എന്ന് പറയുന്നത്. കവനന്റ് എന്തായിരുന്നു? കവനന്റ് ഈസ് എ കോൺട്രാക്ട്. പിന്നെ ഡെഫറൻസ് എന്താണ്? ഡെഫറൻസ് റെസ്പെക്ട്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞേ പഠിക്കത്തുള്ളൂ. ഒബ്നോഷ്യസ്, ഡിസ്കസ്റ്റിംഗ്, കവനന്റ്, കോൺട്രാക്ട് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ വായിച്ച് പഠിക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് മാത്രമേ വൊക്കാബുലറി നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ മൈൻഡ് സ്റ്റോർ ചെയ്ത് വെച്ച് ലോജിക് ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ നോക്കാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വേണം നമുക്ക് വരാൻ. നെക്സ്റ്റ്. ഓക്കെ, അതിനകത്ത് ഇൻഡിഫറൻസ് എന്തായിരുന്നു? ഇൻഡിഫറൻസ് എഴുതി വെച്ചവര് പറഞ്ഞു. ആരും എഴുതി വെച്ചില്ല. ആരെയും നോട്ടൊന്നുമില്ലേ? റെസ്പെക്റ്റ്. ഞാൻ ഡെഫറൻസ് എന്താ ചോദിച്ച? ഇൻഡിഫറൻസ് ഫസ്റ്റത്തെ ഇത് ഓപ്ഷൻ. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. യെസ്, സിമ്പതി പറഞ്ഞു. സിമ്പതി. എമ്പതി എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? ഫ്ലാറ്ററി എന്താ? ഫ്ലാറ്ററി ഓവറായിട്ട് പ്രൈസ് ചെയ്യുന്നതാണ്, മുഖസ്തുതി പറയുക, അതാണ് ഫ്ലാറ്ററി. മലയാളം എഴുതി വെക്കണമെന്നില്ല. മലയാളം നിങ്ങൾ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഓർത്തിരിക്കാനായിട്ട്. നമ്മൾ ഇംഗ്ലീഷ് മീനിങ് ആണ് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. അബ്രോഗേറ്റ്, റിപ്പീൽ ചെയ്യുക. എന്താണ്? എന്തെങ്കിലും ഒരു നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റോ അതൊക്കെ റദ്ദ് ചെയ്യുന്നതിന് പറയുന്നതാണ് എന്ത്? അബ്രോഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ അതൊരു ഫോർമൽ ടേമാണ്. നെക്സ്റ്റ് വൺ. ഇന്റർപ്രിറ്റ്. ഇന്റർപ്രിറ്റ് എന്ന് വെച്ചാൽ ഫിയർലെസ് ആണ്, പേടിയില്ലാത്തത്. അംബീഷ്യസ് ഒക്കെ അറിയാം, ഡിറ്റർമൈൻഡ് അറിയാം, ടോക്കറ്റീവ് അറിയാം,
ഈ ടോക്കറ്റീവിന് ഞാൻ വേറെ എന്തോരം പേരോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞില്ല. വെർബോസ് എന്നൊരു വേർഡ് പറഞ്ഞു. ഇതെങ്കിൽ എഴുതി വെച്ചു. വെർബോസ്, VERBOS. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നതിന് പറയുന്നതാണ് വെർബോസ്. ഒരാവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം പറയും. ഒന്നാമത് ഒരു വേർഡ് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത്രമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തത്, നമുക്ക് അതിന്റെ കുറച്ച് ബാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിയോ, ഒരു മിനിറ്റ്. കഴിഞ്ഞ തവണ ടോക്കറ്റീവിന് ഞാൻ ലൊക്കേഷ്യസ് എന്നൊരു വേർഡ് പറഞ്ഞായിരുന്നു. LOQUACIOUS. ലൊക്കേഷ്യസ്. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ വേർഡ് നോക്കി. GRANDEUR എങ്ങനെ വായിക്കും? പ്രൊനൗൺസ് ചെയ്യുന്നത് ഗ്രാൻച്ച് എന്നാണ്. ഗ്രാൻച്ച്. പക്ഷെ നമ്മള് ഈ സാധനം സ്പെല്ലിംഗ് ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ അതിനുവേണ്ടി പഠിക്കാനായിട്ട് വേണേ ഗ്രാൻഡിയൂർ എന്നൊക്കെ പഠിച്ചു വെക്കാം നമുക്ക് എക്സാമിന് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതായത് സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് കൊടുത്തു വെച്ചിട്ട് ശരിയാക്കാനോ, സ്പെല്ലിംഗ് എറർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എങ്ങനെ നോക്കിയാലും എക്സാമിന് ആ 1 മാർക്ക് കിട്ടണം. ആ ഒരു രീതി പഠിച്ചാൽ മതി. പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഗ്രാൻച്ച് ആണ്, പക്ഷെ എക്സാമിന് വേണ്ടി നമുക്ക് ഗ്രാൻഡിയൂർ എന്ന് പഠിക്കാം. ഇനി അതിന്റെ അർത്ഥം എന്താണ്? മാഗ്നിഫിസൻസ് ആണ്. മീൻസ് ഇംപ്രസീവ്. ഇംപ്രസീവ് എന്നുള്ള അർത്ഥമാണ് ഗ്രാൻഷ്യക്കുള്ളത്. മാഗ്നിഫിസൻസ് ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അഡ്മിറേഷൻ നമുക്കറിയാം. അഡ്മിറേഷൻ എന്താണ്? ഒരാളോട് തോന്നുന്ന അഡ്മിറേഷൻ ആരാധന, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്. ഇതാണ് അഡ്മിറേഷൻ എന്ന് പറയുന്നത്. ഹാപ്പിനെസ് അറിയാം, സന്തോഷം. ഓ എന്താണ്? AWE. അതിന്റെ അർത്ഥം അമേസ്മെന്റ് എന്നാണ്. അമേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ്, വണ്ടർ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഓവിനുള്ളത്. ഓക്കെ, എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലെ? ഓപ്ഷൻസിന്റെ അർത്ഥം പറയുന്നതും കൂടെ എഴുതി വെച്ച് പോകണം. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ അർത്ഥം എഴുതണം, അതേപോലെ തന്നെ ഓപ്ഷൻസിന്റെ അർത്ഥവും കൂടി എഴുതി പോകണം. അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഓപ്ഷൻസ് ഇട്ടേക്കുന്നത്, നമുക്ക് അതിൽ നിന്നൂടെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിൻഡിൻ.
ഡ്വിൻഡിൽ ചെയ്യുക. ഡ്വിൻഡിലിന്റെ അർത്ഥം റെഡ്യൂസ് ആണ്. ഡ്വിൻഡിൽ, റെഡ്യൂസ്, സൈസ് കുറഞ്ഞു പോവുക, അതാണ് അതിന്റെ അർത്ഥം, കുറഞ്ഞു പോവുക. ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കി, ഇതെല്ലാം സെയിം മീനിങ് ആണ്. ബിഗിനിങ്, ഇനിഷ്യല്, ഒറിജിന്, ഇതിന്റെ എല്ലാ അർത്ഥം എന്താ? തുടക്കം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ വേണമെങ്കിൽ എഴുതാം എന്ത് റെഡ്യൂസ് ആണെന്നുള്ളത്. എക്സാമിന് നമ്മൾ അങ്ങനെയുള്ള സ്ട്രാറ്റജീസും കൂടെ അഡാപ്റ്റ് ചെയ്യണം, ഓപ്ഷനിൽ നിന്ന് തിരിച്ചു പോകുന്ന രീതി. പക്ഷെ ഇപ്പൊ PSC നമുക്ക് അത്ര എളുപ്പമാക്കി തരുന്നില്ല. ഓപ്ഷൻസ് എല്ലാം നാല് ഓപ്ഷൻസ് ഒക്കെയാണ് തരുന്നത്, എന്ന് വെച്ചാൽ 4 അർത്ഥമുള്ള ഓപ്ഷൻ. അപ്പൊ ഇൻ കേസ് നമുക്ക് ഇങ്ങനെ ഫേവറബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അഡ്വാൻറ്റേജ് എടുക്കുക. ഓക്കെ, ഇൻ കേസ് നമുക്ക് അതിന്റെ മീനിങ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അറിയത്തില്ല, പക്ഷെ ഓപ്ഷൻസ് ഫേവറബിൾ ആണെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻറ്റേജ് എടുക്കുക. ഇവിടെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കായിരുന്നു. ബാക്കി 3 ഓപ്ഷനും സെയിം മീനിങ്. റെഡ്യൂസ് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറെന്റ് മീനിങ് ഉണ്ട്. സോ ഡിൻഡിലിന്റെ അർത്ഥമാണ് റെഡ്യൂസ്, സൈസ് കുറഞ്ഞു പോവുക, സൈസോ എന്തെങ്കിലും സംതിങ് കുറഞ്ഞു പോവുക. നെക്സ്റ്റ്, കൊളോസൽ. കൊളോസലിന്റെ അർത്ഥം അറ്റാക്ക് ഓൺ ടൈറ്റൻസ് എന്ന് പറഞ്ഞ ഒരു അനിമയുണ്ട് സീരീസ്. അപ്പൊ അതിനകത്ത് സംഭവം കൊളോസൽ ടൈറ്റൻ. അപ്പൊ അത് കണ്ടവർക്കറിയാം, അത് ഭയങ്കര വലുതാണ്. അപ്പൊ കൊളോസലിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർമസ്, വലിയ, വളരെ വലിയ, ഹ്യൂജ്, അതാണ് അതിന്റെ അർത്ഥം. ഇനോർമസ് ആണ് കൊളോസലിന്റെ അർത്ഥം. കൊളോസൽ, ഇനോർമസ്. വിഗറസ് എന്താ? വിഗറസ് ഒരാൾ ഭയങ്കര വിഗറസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് ഭയങ്കര എനർജറ്റിക് ആണെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഫുൾ ഓഫ് എനർജി. വിഗറസ്, വിഗറസ് മീൻസ് ഫുൾ ഓഫ് എനർജി, എനർജറ്റിക്. അല്ലെങ്കിൽ റോബസ്റ്റ്. റോബസ്റ്റ് എന്നൊരു അർത്ഥമുണ്ട്, ROBUST, റോബസ്റ്റ്. ഭയങ്കര എനർജി ആയി ഇങ്ങനെ ചാടി നടക്കുക, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ റോബസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനർജറ്റിക്. ആ വിഗറസ് എനർജറ്റിക്, തേർഡ് ഓപ്ഷൻ എനർജറ്റിക് അവിടെ തന്നെ ഉണ്ട്. ഫേമസ് പിന്നെ അറിയാം. സോ കൊളോസൽ ഈസ് ഇനോർമസ്, ഗ്രാൻഡ്, മാഗ്നിഫിസൻസ്, dwindle, reduce, colossal, enormous. Next one, paradox. കേട്ടിട്ടുള്ളതായിരിക്കും പാരഡോക്സ്. പാരഡോക്സ് ക്വസ്റ്റ്യൻസ്, ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. മുത്തച്ഛനെ നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് പോയി കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഒക്കെ പാരഡോക്സ്. പാരഡോക്സ് ഈസ് എ പസിൽ. യെസ്, കറക്റ്റ്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ പസിലാണ്. നെക്സ്റ്റ്, പ്രോളിഫറേറ്റ്. പ്രോളിഫറേറ്റിന്റെ അർത്ഥം റീപ്രൊഡ്യൂസ് ആണ്. പ്രോളിഫറേറ്റ് ചെയ്യുക, റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇപ്പൊ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പറയുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. റീപ്രൊഡ്യൂസ്. പ്രോഗ്രഷൻ എന്താ? പ്രോഗ്രഷൻ ഒരു പ്രോഗ്രസ്, ഡെവലപ്മെന്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രോഗ്രഷൻ. പ്രോഗ്രസ് ഉണ്ടാവുക, ഡെവലപ്മെന്റ് ഉണ്ടാവുക. ഓക്കെ, പ്രൊഹിബിറ്റ് അറിയാം. സ്മോക്കിംഗ് ഈസ് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ്. തടയുക, പ്രൊഹിബിറ്റ് ചെയ്യുക, തടയുക. ഓക്കെ, ഇനി ഈ സ്റ്റിപ്പുലേറ്റ് എന്താ? സ്റ്റിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെ പറയുന്നത് സ്റ്റിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ. അതായത് സ്റ്റേറ്റ് ക്ലിയർലി വ്യക്തമായിട്ട് പറയുകയോ എഴുതുകയോ എന്തെങ്കിലും ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുക. സ്റ്റേറ്റ് ക്ലിയർലി വ്യക്തമാക്കുക. അതാണ് സ്റ്റിപ്പുലേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് എന്തിനെ പറ്റിയാലും പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. ദാറ്റ് ഈസ് സ്റ്റിപ്പുലേറ്റ്. സ്പെസിഫിക്കലി ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ക്ലിയർലി. ഓക്കെ, സ്റ്റിപ്പുലേറ്റ്. ഓക്കെ ആണല്ലോ? നമുക്ക് ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോവാം. ഒബ്നോഷ്യസ്, നിങ്ങൾ എന്റെ കൂടെ അവിടെ ഇരുന്ന് പറയണേ, മൈക്ക് ഓൺ ആക്കണ്ട, അല്ലാണ്ട് കൂടെ ഇരുന്ന് പറയണം. ഒബ്നോഷ്യസ്, ഡിസ്കസ്റ്റിംഗ്, കവനന്റ്, കോൺട്രാക്ട്, ഡെഫറൻസ്, റെസ്പെക്ട്. റെവറൻസും എന്താണ്? റെസ്പെക്ട് ആണ്. റെവറൻറ്റ് ഫാദർ എന്നൊക്കെ പറയില്ലേ, റെവറൻസും റെസ്പെക്ട് ആണ്. അതേപോലെ തന്നെ ഡെഫറൻസും റെസ്പെക്ട് ആണ്. ഓക്കെ, ദെൻ അബ്രോഗേറ്റ്, റിപ്പീൽ, ഇന്റർപ്രിറ്റ്, ഫിയർലെസ് എന്ന് നമ്മൾ ഇന്ന് പഠിച്ചത്. ഗ്രാൻഡ്, മാഗ്നിഫിസൻസ് എന്ന് വെച്ചാൽ ഇംപ്രസീവ്, എക്സ്ട്രീംലി അട്രാക്റ്റീവ്, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ്. ഓക്കെ, മാഗ്നിഫിസന്റ് ഗേൾ. അങ്ങനെ നെക്സ്റ്റ് ഡ്വിൻഡിങ്, റെഡ്യൂസ്, കൊളോസൽ. റോമിലാന്ന് തോന്നുന്നു കൊളോസ് എന്ന് പറഞ്ഞൊരു പണ്ടത്തെ ഒരു ബിൽഡിംഗ്, ഭയങ്കര ഇനോർമസ് ആയിട്ടുള്ള, വലുതായിട്ടുള്ള. സോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമേജ് ഒക്കെ വെച്ച് ഓർത്തിരിക്കാം. കൊളോസൽ, ഇനോർമസ്, ഹ്യൂജ്, വലുത്. ദെൻ പാരഡോക്സ്. പാരഡോക്സ് ഇസ് പസിൽ. പ്രോളിഫറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, മൊത്തം ഇപ്പൊ നമ്മൾ മൊത്തം 10 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഓപ്ഷൻസിന്റെ മീനിങ്ങും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അറൗണ്ട് ഒരു 30 വേർഡേലും നമ്മൾ പഠിച്ചിട്ടുണ്ട് സിനോണിംസ് ആയിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിങ്ങനെ നിങ്ങൾ ഇന്ന് തന്നെ ഇങ്ങനെ എഴുതി വെച്ച എല്ലാം വായിച്ചു റിപ്പീറ്റഡ്ലി വായിച്ച് ഇത് പഠിച്ചോണം, മനസ്സിൽ കയറ്റിക്കോണം. ഓക്കെ, നമ്മൾ ഓപ്ഷൻസിന്റെ മീനിങ് എഴുതിയതും എല്ലാം വായിച്ചോണം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാം. പഴഞ്ചൊല്ലുകൾ. ഇത് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് ഇഡിയംസ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഇഡിയം ഒക്കെ വരും, നമ്മുടെ മലയാളത്തിലുള്ള ഇഡിയംസ് ഒക്കെ. അപ്പൊ ചില ഇഡിയംസ് കാണുമ്പോൾ ഇതായിരിക്കും അതിന്റെ ആൻസർ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് കുത്തിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം നിങ്ങൾ ആ ഇതുകൂടെ വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏതാണെന്ന് കമന്റ് ബോക്സിൽ ഇട്ടേ. ഏത് ഓപ്ഷനാണുള്ളത് ഇട്ടാൽ എല്ലാവരും ചെയ്യണം. നിങ്ങൾ ഗൂഗിളൊന്നും ചെയ്യണ്ട, അല്ലാണ്ട് ചുമ്മാ നിങ്ങൾക്കത് കണ്ടിട്ട് ഇതിൽ ഏതായിരിക്കും. എവിടെ ആൻസേഴ്സ് എവിടെ?
കറക്റ്റാടാ. വേറെ ആരും ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നോക്കിയേ. ഇവിടുത്തെ നമ്മുടെ ഇഡിയം എന്ന് പറയുന്നത് ഹീസ് വേണമെന്നില്ല കേട്ടോ. ഇവിടെ തൊട്ടാ നമ്മുടെ ഇഡിയം. അണ്ടർ എ ക്ലൗഡ്. അണ്ടർ എ ക്ലൗഡ് എന്നുള്ള ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ സസ്പിഷൻ എന്ന് വെച്ചാല് വിശ്വസിക്കാൻ പറ്റാത്ത, സംശയത്തിന്റെ നിഴലിൽ എന്നുള്ള അർത്ഥമാണ് അണ്ടർ എ ക്ലൗഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ ഹിസ് അലീജ്ഡ് ഇൻവോൾവ്മെന്റ് ഇൻ എസ്പിനാഷ് ഈസ് അണ്ടർ എ ക്ലൗഡ്. ഒരു മിനിറ്റ്. Okay. For his alleged involvement in espionage, he is under a cloud these days. Okay. Espionage എന്താണ്? ചാരപ്രവൃത്തിയാണ്, സ്പൈ വർക്ക്. ഓക്കെ, അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് കാരണം അവൻ എന്താണ്? ഹീസ് അണ്ടർ എ ക്ലൗഡ്. അവൻ സംശയത്തിന്റെ നിഴലിലാണ്. സോ അണ്ടർ സസ്പിഷൻ. ഫസ്റ്റത്തെ ആൻസർ വരുന്നത് ഏതാണ്? അണ്ടർ suspicion. Next, flogging a dead horse. We have appealed to him again and again. There is no use flogging a dead horse now. അത് വായിച്ചിട്ട് ഏതാന്ന് തോന്നുന്നു. ചിലപ്പോ ഇങ്ങനെ അതിന്റെ കൂടെ ഒരു സെന്റൻസ് വരുന്നത് നമുക്ക് ഉപകാരപ്പെട്ടു വരും. ചിലപ്പോൾ ആ സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതായിരിക്കും അതിന്റെ ആൻസർ. ചിലപ്പോൾ നമ്മളത് മിസ്ലീഡ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസിൽ നമുക്ക് ആ സെന്റൻസ് വായിക്കുമ്പോൾ ഇതായിരിക്കും അതിന്റെ ആൻസർ എന്ന് തോന്നും. അല്ലാണ്ട് ചിലപ്പം ഈ ഇഡിയം മാത്രമായിട്ട് തരുന്നെങ്കിൽ നമുക്ക് അറിയാമെങ്കിലാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ഫേവറബിൾ ആണെങ്കിലൊക്കെയാണ് നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റുക. ചിലപ്പം ആ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു മീനിങ് ആയിരിക്കും ഇഡിയമിനുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ പഠിക്കുക, കൂടുതൽ എക്സാമ്പിൾസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്, അതിന്റെ അർത്ഥം രണ്ടല്ലോടാ. ഇവിടെ ആ സെന്റൻസിൽ എന്താ പറയുന്നത്? നമ്മൾ അവനോട് കുറെ തവണ പറഞ്ഞു, എഗെയിൻ ആൻഡ് എഗെയിൻ പറഞ്ഞു, there is no use. ഈ ഫ്ലോഗ് ചെയ്യാന്ന് വെച്ചാൽ ഈ കുതിരേനെയൊക്കെ ഓടിക്കുമ്പം എന്താ ചെയ്യുന്നത്? നമ്മള് ഇപ്പം എന്താണ്, എന്തെങ്കിലുമൊക്കെ ഭാരം കൊണ്ടുപോകുന്നൊക്കെയാണ് നമ്മൾ അതിനെ ചാട്ടം കൊണ്ട് ഇങ്ങനെ തല്ലി തല്ലി മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഭാരം വലിക്കുന്ന ഒന്നല്ല, നാലാമത്തെ. യെസ്, 4 കറക്റ്റ് ആൻസർ. നോക്കിയേ, അവിടെ ഹോഴ്സ് ചത്തുപോയ ഹോഴ്സാ, അതിനെ പിന്നെയും തല്ലുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട് ആണ് ഇതിന്റെ ആൻസർ. ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യമില്ലാത്ത കാര്യം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, അതാണ്. ഇവിടെ ഓൾറെഡി ഹോഴ്സ് ചത്തു, എന്നിട്ട് തല്ലിക്കൊണ്ടിരിക്കുക മുന്നോട്ട് പോകാൻ. there is no use. അപ്പം ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട്. ഓക്കെ, അണ്ടർ എ ക്ലൗഡ്, അണ്ടർ സസ്പിഷൻ, ഫ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്, വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കിയേ, റെസ്റ്റിന്റെ അർത്ഥം എന്താ? റെസ്റ്റ് മോശം കണ്ടീഷൻ എന്നുള്ള അർത്ഥമാണ്, സഹതാപകരമായ അവസ്ഥ എന്നൊക്കെ പറയാം. ഓക്കെ, ബാഡ് കണ്ടീഷൻ. അത് നിങ്ങൾ എന്താണ് സിനോണിംസിന്റെ അല്ലെങ്കിൽ വൊക്കാബുലറിയുടെ ബുക്കിൽ ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ പറയുന്നതൊക്കെ എഴുതി വെക്കണം. ഓക്കെ, മിസറബിൾ, അൺഹാപ്പി, അങ്ങനെയൊക്കെയുള്ള
മീനിങ് ഉണ്ട് അതിന്. മോശം കണ്ടീഷനാണ് ആക്ച്വലി. ഇൻഡിഫറന്റ്, നമ്മൾ മുമ്പ് ഇൻഡിഫറൻസ് പഠിച്ചു. ഇൻഡിഫറന്റ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പൊ അവിടെ ഇൻഡിഫറൻസിന്റെ അർത്ഥം നമ്മൾ പഠിച്ചുകൊണ്ട് ഇവിടെ നമുക്കിപ്പോ മനസ്സിലായി. ഇൻഡിഫറൻസിന്റെ അർത്ഥം എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ഇല്ലായ്മ. ബി ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരിക്കുക. എർത്തിന്റെ ഈ മോശകരമായ അവസ്ഥയെ നമ്മൾ എന്തോ ചെയ്യരുതെന്നാ പറയുന്നത്. വി ഷുഡിൻറ്റ്, എന്തോ ചെയ്യരുത്, എന്ത് ചെയ്യരുതെന്നായിരിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതാ ആൻസർ? ത്രീ ആണ്. ഇൻഡിഫറന്റ് ആവരുതെന്നാ പറയുന്നത്. വി ഷുഡിൻ. അപ്പൊ ലുക്ക് ഡൗൺ അപ്പോണ്ട് അർത്ഥം തന്നെ ഇൻഡിഫറന്റ് ആവുക. ബി ഇൻഡിഫറന്റ് ടു, ഇൻട്രസ്റ്റ് കാണിക്കാണ്ടിരിക്കുക. ഓക്കെ, അല്ലെ കൺസേൺ കാണിക്കാണ്ടിരിക്കുക, സിമ്പതറ്റിക് ആവാണ്ടിരിക്കുക. ലുക്ക് ഡൗൺ അപ്പോൺ. ഓക്കെ, ലുക്ക് ഡൗൺ അപ്പോൺ, ബി ഇൻഡിഫറന്റ് ടു. എഴുതി വെച്ചോ. ഓക്കെ, അടുത്ത നോക്കി. ഫേസ് ദ മ്യൂസിക്. Because of his misbehavior, he is bound to face the music. റിപ്രിമാൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്ക് പറയാന്നാണ്. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഫോർത്ത് ഓപ്ഷൻ അല്ല, ലിസൺ ടു ദ മ്യൂസിക് അല്ല. അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ആൻസർ ആയിരിക്കും നമുക്ക് വരിക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർത്ത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഇഡിയമിനകത്തുള്ള എന്തെങ്കിലും വേർഡ് വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കി വിടാം. അത് വരത്തില്ല. അത് നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി തരുന്നത്. അതല്ലാണ്ടുള്ള ബാക്കി മൂന്നെണ്ണത്തിൽ കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, ഗെറ്റ് റിപ്രിമാൻഡഡ്. വഴക്ക് കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. ഫേസ് ദ മ്യൂസിക്, വഴക്ക് കേൾക്കുക. ഓക്കെ, ഫേസ് ദ മ്യൂസിക് എന്താണ്? ഗെറ്റ് റിപ്രിമാൻഡഡ്. ഓക്കെ, എഴുതി വെച്ചല്ലോ. നെക്സ്റ്റ്, ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് വൺ, അണ്ടർ എ ക്ലൗഡ്, അണ്ടർ സസ്പിഷൻ. ബ്ലോഗിങ് എ ഡെഡ് ഹോഴ്സ്, വേസ്റ്റിംഗ് ടൈം ഇൻ യൂസ്ലെസ് എഫേർട്ട്. യൂസ്ലെസ് ആയിട്ടുള്ള എഫേർട്ടിൽ സമയം കളയുക. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പഠിക്കാനുള്ള സമയത്ത് ഡെഡ് ഹോഴ്സിനെ ഫ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, നെക്സ്റ്റ്, ലുക്ക് ഡൗൺ അപ്പോൺ, ബി ഇൻഡിഫറന്റ് ടു. നെക്സ്റ്റ്, ഫേസ് ദ മ്യൂസിക് എന്ന് വെച്ചാൽ വഴക്ക് കേൾക്കുക. ഗെറ്റ് റിപ്രിമാൻഡഡ്. അടുത്ത നോക്കി. 4 ആയോ നിങ്ങൾക്ക്? നമുക്ക് ഇതൂടെ പറഞ്ഞിട്ട് നിർത്താം. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. Those who work by fits and starts seldom show good results. Seldom എന്ന് വെച്ചാൽ എന്താ? റയർ ആയിട്ട്. സെൽഡം ഷോ ഗുഡ് റിസൾട്ട്സ് എന്ന് വെച്ചാൽ ഗുഡ് റിസൾട്ട്സ് കാണിക്കാറില്ല എന്നുള്ള അർത്ഥമാണ്. ഓപ്ഷൻ സി, ഇറഗുലർലി. ഇറഗുലർലി. ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങി, ഇന്ന് ചെയ്തു, 2 ദിവസം ചെയ്തില്ല, പിന്നെയും ചെയ്തു. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഒരു കാര്യമോ
വർക്കൗട്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ല, പഠിക്കുന്ന കാര്യം തന്നെ എടുത്തു. നമ്മൾ PSCക്ക് വേണ്ടി പഠിക്കുന്നു, നമ്മൾ ഇന്ന് നന്നായിട്ടിരുന്ന് പഠിച്ചു, എന്നിട്ട് അതിന്റെ ക്ഷീണം മാറ്റാൻ 2 ദിവസം റെസ്റ്റ് എടുത്തു, കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങി, പിന്നെ റെസ്റ്റ് എടുത്തു, ഇങ്ങനെ പോകുന്നതിന് പറയുന്ന ഇറഗുലർലി. റെഗുലർ ആയിട്ട് ചെയ്യാണ്ടിരിക്കുക. ഇറഗുലർലി എന്തെങ്കിലും ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിക്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. ഫിക്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ ഇറഗുലർലി. നോക്കിയാൽ റെഗുലർലി ഉണ്ട് ഓപ്ഷനകത്ത്, നമുക്ക് തെറ്റുപറ്റരുത്. ഇറഗുലർലി ആണ് ഫിക്സ് ആൻഡ് സ്റ്റാർട്ട്സ്. നെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഇനഫ് റോപ്പ്. The new manager thought that he would give employees enough rope for the first 6 months. സാറേ ഒന്നാമത്തെ അല്ലേ? ഒന്നാമത്തെ അല്ല. അപ്പം നിങ്ങള് ഈ PSC ഒക്കെ എഴുതി ഒരു ജോലിക്ക് കയറി, നിങ്ങൾ ആദ്യമായിട്ട് ആ സ്ഥാപനത്തിലോട്ട് ചെല്ലുക, നിങ്ങൾക്ക് എന്താണ് അവിടുത്തെ ജോലി എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലികളൊന്നും ആയിരിക്കത്തില്ല. കുറച്ച് മിതമായിട്ട്, കുറച്ച് സഫിഷ്യന്റ് അഡ്വൈസ് അല്ല. കണ്ടോ, നമ്മളൊരു സാധനം വായിക്കുമ്പോൾ ഇതൊക്കെയാണ് തോന്നും, നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതാണ് വിഷയം വരാൻ പോകുന്നത്. നമ്മളവിടെ പറഞ്ഞിട്ടിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ച് തെറ്റൊക്കെ വരുത്താൻ വന്നാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്താലും അതിനെ റിവ്യൂ ചെയ്യാനായിട്ട് വേറൊരാളുണ്ടാവും, അയാളോടെ നോക്കിയിട്ട് അത് ബാക്കി പുറത്തോട്ട് അയക്കേണ്ടതൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ പോകത്തുള്ളൂ. അപ്പൊ എന്താ നിങ്ങൾക്ക് അവിടെ തരുന്നത്? ശരിക്കും നിങ്ങൾക്ക് തെറ്റ് വരുത്താനുള്ള ഒരു ഫ്രീഡം ആണ് കിട്ടുന്നത്. അപ്പൊ ഏതായിരിക്കും ഇവിടെ ആൻസർ? ഞാൻ ആൻസറേ പറഞ്ഞു, ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ ആണ് ഇനഫ് റോപ്പ് എന്ന് പറഞ്ഞത്. മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞു ഫസ്റ്റ് 6 മന്ത്സിലേക്ക് ആ ന്യൂ മാനേജർ എന്താണ് ചിന്തിച്ചത്? പുതിയ എംപ്ലോയീസിന് ഇനഫ് റോപ്പ് കൊടുത്തേക്കാം, എന്ന് വെച്ചാൽ ഇനഫ് ഫ്രീഡം കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ കുറെ കാലത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുത്തി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് വേറെ ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് ബാക്കി നമ്മുടെ മേലുദ്യോഗസ്ഥന്റെ അടുത്തോട്ടൊക്കെ പോകത്തുള്ളൂ. നമ്മളെ തൊട്ടടുത്തുള്ള നമ്മുടെ കൊളീഗ്സോ അല്ലെങ്കിൽ നമ്മളെ തൊട്ട് മുകളിലുള്ള സുപ്പീരിയറോ അവർ നമുക്ക് തെറ്റ് വരുത്താനുള്ള, നമുക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ തരും. ആ ഫ്രീഡത്തെയാണ് എന്ത് പറയുന്നത്? ഇനഫ് റോപ്പ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടൊരു ജോലി സ്ഥലത്താണ് ഇത് കാണപ്പെടുക. ഓക്കെ, സോ ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ ആണ് ഇനഫ് റോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇനഫ് റോപ്പ്, ഇനഫ് ഫ്രീഡം ഫോർ ആക്ഷൻ. ഇവിടെ അവർ ആ ഇനഫ് കൂടെ ചേർത്തോണ്ട് ഇനിയിപ്പോ അതല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചായിരിക്കും പറഞ്ഞതല്ലേ. ചിലപ്പോ ഇനഫ് കാണുന്നില്ല, ഫ്രീഡം ഫോർ ആക്ഷൻ ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഏതായാലും ഇനഫ് കൂടെ വന്നു. ദെൻ ഫിക്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്തായിരുന്നു? റെഗുലർലി. ഫേസ് ദ മ്യൂസിക്, വഴക്ക് കേൾക്കുക, ഗെറ്റ് റിപ്രിമാൻഡഡ്. റിമാൻഡ് ചെയ്യാന്ന് വെച്ചാൽ വഴക്ക് പറയുക. ലുക്ക് ഡൗൺ അപ്പോൺ, ബി ഇൻഡിഫറന്റ് ടു. ഈ റിഗാർഡ് വിത്ത് കണ്ടന്റും ആക്ച്വലി ഇതിന്റെ ഒരു മീനിങ് ആയിട്ട് വരും. കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്ട് തന്നെയാണ്. ഡിസ്റെസ്പെക്റ്റോട് കൂടി പെരുമാറുക എന്നുള്ള അർത്ഥമാണ്. 3 ഉം 4 ഉം വേണേ ആൻസർ ആയിട്ട് വരാം. നിങ്ങൾ ഏതായാലും ഡിസ്റെസ്പെക്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചോ. ഓക്കെ, ഇവിടെ നമുക്ക് ഇൻഡിഫറന്റ് മതി. നെക്സ്റ്റ്, ബ്ലോഗിങ് അറ്റ് എഫേർട്സ് എന്തായിരുന്നു? വേസ്റ്റിംഗ് ടൈമിംഗ്, യൂസ്ലെസ് എഫേർട്ട്. അണ്ടർ എ ക്ലൗഡ്, അണ്ടർ സസ്പിഷൻ. ഓക്കെ, സെറ്റല്ലേ? തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. എന്നിട്ട് ബാക്കി ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം എല്ലാം ചെയ്യാം. അല്ലാണ്ട് നമുക്ക് കുറച്ച് ഗ്രാമർ പാർട്ടും ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ഒന്നും ആവാണ്ട് റെഗുലർ ആയിട്ട് നോട്ട്സ് എഴുതുക. എല്ലാ സബ്ജക്റ്റിന്റെയും നോട്ട്സ് എഴുതുക. അന്ന് തന്നെ മാക്സിമം പറ്റുന്ന പഠിച്ചു പോവുക. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഓരോ ദിവസവും പഠിച്ചതിന്റെ എല്ലാത്തിനോട് റിവിഷൻ വീക്കെൻഡ്സിൽ ചെയ്യുക. ശനി ഞായറൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചതിന്റെ എല്ലാ റിവിഷൻ ചെയ്യുക.
ഓക്കെ, ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. പ്രിലിംസ് നമുക്ക് കയറണം. പ്രിലിംസ് ഒന്ന് കയറി വെക്കുകയാണ്, നമുക്ക് മെയിൻസിന് എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പം ശരി, അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസത്തേക്ക് എല്ലാം എഴുതി വെച്ച് പഠിച്ചിട്ട് പോവുക, ബുക്കൊക്കെ കംപ്ലീറ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പം ശരി, താങ്ക് യു.